നമസ്കാരം. MOPയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തപാലിനെ കുറിച്ചാണ്. ഓഫീസിൽ എത്തിച്ചേരുന്ന എല്ലാ കവറുകളും തപാൽ ക്ലർക്ക് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സെക്യൂരിറ്റി രജിസ്റ്ററിലെ വാല്യുബിൾസും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ തപാൽ ക്ലർക്ക് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത കരണ്ട് എന്ന് പറയുന്നതാണല്ലോ ശരി. അതായത് നമ്മൾ ഈ തപാലിന് നമ്പർ ഇട്ട് കഴിഞ്ഞു. നമ്പർ ഇടുന്നത് വരെ മാത്രമേ അതിനെ തപാൽ എന്ന് പറയുകയുള്ളൂ. നമ്പർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി ഡിസ്പോസൽ ആകുന്നത് വരെ, അന്തിമ തീരുമാനം ആകുന്നത് വരെ നമ്മൾ ഇനി കരണ്ട് എന്നാണ് പറയുക. അപ്പോ ഈ കറണ്ട് നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ അടക്കം നമ്മൾ ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടിനാണ് നൽകേണ്ടത്. തപാൽ ക്ലർക്ക് നേരിട്ട് സെക്ഷനിലുള്ള ക്ലർക്കുമാർക്ക് ഫയൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെയുള്ള സെക്ഷൻ സൂപ്രണ്ടിനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും പിന്നെ കറണ്ടും അടക്കം, നടപ്പ് ഫയലുകളും അടക്കം കൊടുക്കുന്നത്. അതിനുശേഷം സെക്ഷൻ സൂപ്രണ്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന ക്ലർക്കുമാർക്ക് ഈ കറണ്ട് അഥവാ ഫയലുകൾ വിതരണം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലർക്കാണ് സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ സബ്ജക്റ്റ് ക്ലർക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഫയല്, ഈ കരണ്ട് കിട്ടിയാൽ ഉടൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേഴ്സണൽ രജിസ്റ്റർ ഉണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ പേഴ്സണൽ രജിസ്റ്റർ അഥവാ PR ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സെക്ഷനിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലൂടെ കടന്നുപോയ ഈ കറണ്ട്, ആ ഫയല് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ സെക്ഷൻ ക്ലർക്ക് അഥവാ സബ്ജക്റ്റ് ക്ലർക്ക് ഇത് അദ്ദേഹത്തിന്റെ PR എന്നാണ് പറയുക, പേഴ്സണൽ രജിസ്റ്ററിൽ എൻട്രി നടത്തും. അപ്പൊ ഇനി പേഴ്സണൽ രജിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ പേഴ്സണൽ രജിസ്റ്റർ ഓരോ ക്ലർക്കിനും ഓരോ പേഴ്സണൽ രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഒരു ഓഫീസിലേക്ക് മുഴുവനായിട്ട് ഒരു പേഴ്സണൽ രജിസ്റ്റർ അല്ല, മറിച്ച് ഓരോ ക്ലർക്കിനും പേഴ്സണൽ രജിസ്റ്റർ ഉണ്ടായി. ഒരു കലണ്ടർ വർഷത്തേക്കാണ് പേഴ്സണൽ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. അതായത് കലണ്ടർ വർഷം എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലേക്കാണ് ഒരു പേഴ്സണൽ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഈ പേഴ്സണൽ രജിസ്റ്ററിന്റെ ആദ്യത്തെ പേജിൽ, പുറംചട്ടയിലല്ല, ആദ്യത്തെ പേജിൽ, അത് നമുക്ക് പുറംചട്ട എന്ന് പറയണ്ട, അതിന് സാധാരണ ഫ്ലൈ ലീഫ് എന്നാ പറയാം. ആ ഫ്ലൈ ലീഫില് ആ സെക്ഷൻ സൂപ്രണ്ടിന്റെയും ബന്ധപ്പെട്ട ക്ലർക്കിന്റെയും പേരുകൾ എഴുതി ചേർക്കും ആദ്യം. അപ്പോൾ ക്ലർക്കിന്റെയാണ് ഈ പേഴ്സണൽ രജിസ്റ്റർ. ആ ക്ലർക്കുമായി ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടാണ് ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് കൂടി ഈ ഫ്ലൈ ലീഫ് ആദ്യത്തെ പേജിൽ സെക്ഷൻ സൂപ്രണ്ടിന്റെ പേരും ബന്ധപ്പെട്ട ക്ലർക്കിന്റെ പേരും എഴുതിയിട്ടുണ്ടാവും. ഏതില്? പേഴ്സണൽ രജിസ്റ്ററിൽ. ഇനി പേഴ്സണൽ രജിസ്റ്റർ 10 കോളങ്ങളുള്ള ഒന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, പേഴ്സണൽ രജിസ്റ്റർ 10 കോളമുള്ള ഒരു ഫോർമാറ്റ് ആണ് പേഴ്സണൽ രജിസ്റ്ററിലുള്ളത്. ഇനി എല്ലാ തീർപ്പും ആയിക്കഴിഞ്ഞാൽ, ഫൈനൽ ഡിസ്പോസൽ ആയിക്കഴിഞ്ഞാൽ അവസാന കോളത്തിൽ നമ്മൾ തരംതിരിവ് എഴുതും. ഓരോ കോളം ഞാൻ വിശദീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയാം. ഇനി നമ്മൾ ഈ വന്ന ഫയല്, നമുക്കിപ്പോ തപാൽ ക്ലർക്ക് സൂപ്രണ്ട് മുഖാന്തരം അയച്ചു വന്ന ഈ ഫയല് നമ്മൾ സബ്ജക്റ്റ് ക്ലർക്ക് അദ്ദേഹത്തിന്റെ PR രജിസ്റ്റർ ചെയ്തു, രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയല് രജിസ്റ്റർ ചെയ്യൂ എന്ന് നമുക്ക് പറയാം. ദ ഫയൽ രജിസ്റ്റേർഡ് ആയിപ്പോ. ഇനി ഈ ഫയല് നമ്മൾ കൊടുത്ത പരാതിയായാലും നമ്മൾ കൊടുത്ത അപേക്ഷയായാലും ഏതാണോ ആ ഫയല് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു.
ഇനി ആ ഫയലിൽ ഒരു ഡിസ്പോസൽ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അത് ഏത് തരത്തിലുള്ള ഡിസ്പോസൽ ആയാലും ശരി, ഒരു അന്തിമ തീരുമാനം ഈ രജിസ്റ്റർ ചെയ്ത ഫയലിന്റെ പുറത്ത് ഉണ്ടാവണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുകിൽ അത് നിഷേധിക്കാം, കാര്യകാരണ സഹിതം നമ്മൾ കൊടുത്ത അപേക്ഷ തള്ളിക്കളയാം, അല്ലെങ്കിൽ ആ അപേക്ഷ സ്വീകരിച്ച് അടുത്ത നടപടി എടുക്കാം. ഏത് രീതിയായാലും ശരി, അത് ആ ഫയലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഏത് ഫയലായാലും ശരി, ആ ഫയലിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേ പറ്റും. ഇനി പേഴ്സണൽ രജിസ്റ്ററിൽ ഈ കോളങ്ങളൊക്കെ വെച്ചിട്ടാണ് പേഴ്സണൽ രജിസ്റ്റർ. ഒരു പേജിൽ പേഴ്സണൽ രജിസ്റ്ററിന്റെ ഒരു പേജിൽ 3 എഴുത്തുകൾ മാത്രമേ സാധാരണഗതിയിൽ ചെയ്യാറുള്ളൂ. അതായത് 3 എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ 3 ഫയലിന്റെ ഡീറ്റെയിൽസ് ഒരു പേജിൽ. അപ്പൊ അതെന്തിനാ അത്ര നീളത്തിൽ അത്ര വീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വിശദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എഴുതി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതാനുള്ള സ്ഥലം വേണം. അതുകൊണ്ടാണ് പി ആറിന്റെ ഒരു പേജിൽ 3 ഫയലുകൾ ഡീറ്റെയിൽസ് എഴുതുക എന്ന ഒരു നയം, അതൊരു ഈ MOPയിലുള്ള ഒരു നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഓരോ വര കഴിയുമ്പോൾ, ഓരോ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു ഒരു പേജിൽ 3 ഫയലുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് 3 ഫയലിന്റെയും ഓരോന്നും എഴുതിയതിന് ശേഷം കുറുകെ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കണം. കുറുകെ ഒരെണ്ണം എഴുതി അതിന്റെ അടിയിൽ കുറുകെ ചുവന്ന മഷി കൊണ്ട് വരച്ചു, അടുത്തത് എഴുതി ചുവന്ന മഷി കൊണ്ട് വരച്ചു, അങ്ങനെ. അപ്പൊ ഇത് നമ്മുടെ അടുത്ത് വരുന്ന ഡേറ്റ് വൈസ്, നമ്പർ വൈസ് ആണ് നമ്മൾ എഴുതി പോകുന്നത്. ആദ്യം കിട്ടിയ നമ്മൾ സെക്ഷനിലേക്ക് വന്ന നമ്പർ, അതിന്റെ അടുത്ത നമ്പർ, ഇപ്പോൾ അതൊരു ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും എന്തായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതി പോകുന്നത്. എന്നാൽ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ എഴുതേണ്ട ഒരു ഫയല് നമ്മൾ എഴുതാൻ വിട്ടുപോയി എന്ന്. അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതിന്റെ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ നമുക്ക് എഴുതി ചേർക്കാം. അങ്ങനെ എഴുതി ചേർക്കണമെങ്കിൽ ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടിന്റെ അനുമതി ഉണ്ടായിരിക്കണം. അത് അദ്ദേഹം അനുമതി തരും, അതിന് അദ്ദേഹം ഒരു ഇനീഷ്യൽ ചെയ്തു തരും. പെർമിഷൻ സാങ്ഷൻഡ് അല്ലെങ്കിൽ അവിടെ എഴുതിയതിന് ശേഷം അദ്ദേഹം ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിന്റെ ഒരു ചുരുക്കൊപ്പ്, ഒരു ചെറിയ സിഗ്നേച്ചർ അദ്ദേഹം ഇട്ട് തരുമ്പോൾ അതിന് അദ്ദേഹം പെർമിഷൻ തന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി നമുക്ക് ഈ പി ആറിലേക്ക് ഒന്ന് കടക്കാം. പി ആറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു പി ആർ എന്ന് പറയുന്നത് 10 കോളങ്ങളുള്ള ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൽ ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം. സീരിയൽ നമ്പർ, അതായത് ക്രമ നമ്പർ എന്നാണ് അർത്ഥം. നോക്കുക, പേഴ്സണൽ രജിസ്റ്ററിന്റെ 10 കോളവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ കറണ്ട് നമ്പർ, അതായത് നമ്മളുടെ തപാൽ ക്ലർക്ക് ഇട്ട നമ്മളുടെ തപാൽ ക്ലർക്ക് തപാലിനിട്ട നമ്പർ, അത് അപ്പോൾ നമ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കറണ്ട് ഫയലായി. ആ കറണ്ട് ഫയലിന്റെ നമ്പറാണ് കറണ്ട് നമ്പർ എന്ന് പറയപ്പെടുന്നത്. ആ കറണ്ട് നമ്പറിലാണ് ഈ ഫയല് നമ്മൾ ഡിസ്പോസൽ ആകുന്നത് വരെ അറിയപ്പെടുന്നത്. ഇനി ഡേറ്റ് ഓഫ് റെസിപ്റ്റ്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് ഈ അപേക്ഷ അല്ലെങ്കിൽ ഈ പരാതി, എന്താണ് ആ പേപ്പർ ഈ ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കിന് കിട്ടിയതെന്നാണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി 4ാമത്തെ കോളം, ടൈറ്റിൽ ആൻഡ് ഫ്രം ഹൂം. ഒരു ശീർഷകം എഴുതണം, ഹെഡിങ്. പിന്നെ എവിടെ നിന്നാണ് ഈ തപാല് വന്നത് എന്ന് നമ്മൾ എഴുതണം. അപ്പൊ ശീർഷകം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഈ മാറ്റർ, വന്ന അപേക്ഷയുടെ മാറ്റർ എന്താണോ ആ മാറ്റർ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചുരുക്കപ്പേരായിരിക്കണം ഹെഡിങ് അഥവാ ശീർഷകം. അപ്പൊ ശീർഷകം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ ശീർഷകമായിട്ട് എടുക്കേണ്ടത്. അത് ആപ്റ്റാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് സെക്ഷൻ സൂപ്രണ്ടാണ്. എഴുതേണ്ടത് സെക്ഷൻ ക്ലർക്കാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് സെക്ഷൻ സൂപ്രണ്ടാണ്. ഇപ്പൊ നമ്മള് വേറെ വേണ്ടാത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധമില്ലാത്ത ഒരു ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നീട്. ഫ്രം ഹും, എവിടെ നിന്നാണ് ഈ അപേക്ഷ വന്നത്, അതാണ് അതിനകത്തുള്ള മറ്റൊരു കാര്യം. ഇനി 5ാമത്തെ കോളത്തില് സബ്മിറ്റഡ് ബൈ ക്ലർക്ക്. സബ്മിറ്റഡ് ബൈ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മേലധികാരിക്ക്, നമ്മളുടെ ഓഫീസ് മേധാവിക്ക് നമ്മൾ ഈ ഫയല് ക്ലർക്കാണ്, ഇപ്പൊ ക്ലർക്കിന്റെ ആണല്ലോ പി ആർ. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ക്ലർക്ക് എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഞാൻ ക്ലർക്കായിട്ടാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ
സബ്മിറ്റഡ് ബൈ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് മേധാവിക്ക് ഈ ക്ലർക്ക് എന്നാണോ ഈ ഫയൽ സബ്മിറ്റ് ചെയ്ത് എന്നാണ്. അതായത് നമ്മൾ ഒരു 5-day റൂൾ ഉണ്ട്. അതായത് ഒരു പേപ്പർ കിട്ടിയാൽ 5 ദിവസത്തിനകം അത് നടപടിയെടുത്ത് ഫയൽ പുട്ടപ്പ് ചെയ്ത് പോയിരിക്കണം എന്നാണ് 5-day റൂള് പറയുന്നത്. അത് പിന്നീട് വരുന്നുണ്ട്, അതിപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ 5 ദിവസത്തിനകം ഈ ക്ലർക്ക് നമ്മൾ അത് ഫയലൊക്കെ വളരെ വിശദമായി പഠിച്ച് നമ്മൾ അതിൻ്റെ നോട്ടൊക്കെ തയ്യാറാക്കി അത് ഓഫീസ് മേധാവിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ ഈ അങ്ങനെ ഒരു പിന്നെ ക്ലർക്കിന് അത് ഫയല് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ട് വേണം ഫയല് പഠിക്കാൻ എങ്കിൽ അദ്ദേഹം ഒരു നോട്ടിൽ എഴുതി പിന്നെ ഈ ഫയല് പഠിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്നൊരു നോട്ട് എഴുതി കൊടുത്താൽ അതിനും സമയം അനുവദിക്കും ഓഫീസ് മേധാവ്. അതൊക്കെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സബ്മിറ്റഡ് ബൈ ക്ലർക്ക്. 6ാമത്തെ കോളം റിട്ടേൺ ടു ക്ലർക്ക്. ഓഫീസ് മേധാവി എടുത്ത് പോയിട്ട് തിരിച്ച് ഓഫീസ് മേധാവിയുടെ ഒരു കമന്റോ അഭിപ്രായമോ ഒപ്പൊക്കെ ഇട്ടിട്ട് ആ സാധനം തിരിച്ച് ആ ഫയൽ എന്നാണോ തിരിച്ച് ക്ലർക്കിന്റെ അടുത്തേക്ക് വന്നതെന്നാണ് അതിന്റെ ഡേറ്റ് ആണ് 6ാമത്തെ കോളത്തിൽ പറയുന്നത്. ഇനി 7ാമത്തെ കോളത്തിൽ റഫറൻസ് ഇഷ്യൂഡ് ആണ്. ഈ റഫറൻസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധപ്പെട്ട ഫയലിൽ ഓരോ ഫയലിലും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. ചില ഫയല് നമ്മൾ അപേക്ഷ ആണെങ്കിൽ ആ അപേക്ഷകളൊക്കെ വന്നത് മുഴുവനും പെർഫെക്റ്റ് ആയിരിക്കും, അതിൽ ഒരു തകരാറും ഉണ്ടാവില്ല. എന്നാൽ ചില അപേക്ഷകളിൽ ചില പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ താഴ്ന്ന ഓഫീസിലേക്ക് അതിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് താഴേക്കുള്ള ഓഫീസുകളിലേക്ക് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ നമുക്കൊരു പിന്നെ താഴേക്ക് അയച്ചിട്ട് അവരൊരു മറുപടിയും തരുന്നില്ല, നമുക്കൊരു റിമൈൻഡർ, ഓർമ്മപ്പെടുത്തൽ കത്ത് എഴുതാം. അപ്പൊ അത്തരത്തിൽ ഇടക്കാലത്ത് നമ്മുടെ കേസിൽ ഇടയ്ക്ക് ഒരു പരാമർശം നടത്തേണ്ടി വന്നാൽ അത് സൂചിപ്പിക്കാനാണ് 7ാമത്തെ കോളം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ചുരുക്കപ്പേരിൽ എഴുതിയാൽ മതി. 7ാമത്തെ കോളം നമ്മൾ 7ാമത്തെ കോളത്തിലേക്ക് ഒരു ലെറ്റർ അയച്ചിട്ട് നമ്മൾ ഈ അപേക്ഷയുടെ കാര്യത്തിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ L എന്ന് സൂചിപ്പിച്ചാൽ മതി. അതാണ് ലെറ്റർ L. ദെൻ ഓഫീസ് മെമ്മോറാണ്ടമാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഒരു കത്തിനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. കത്തുകളുണ്ട്, ഓഫീസ് മെമ്മോറാണ്ടങ്ങളുണ്ട്, DO ലെറ്ററുകളുണ്ട്, അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്ററുകളുണ്ട്, പിന്നെ ടെലിഫോൺ മെസ്സേജ് കൊടുക്കാറുണ്ട്, പിന്നെ റിമൈൻഡർ കൊടുക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ഒരു ഫയലിനെ സംബന്ധിച്ച് ഇടക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ചില ഫയലുകളിൽ തീരുമാനമെടുക്കാൻ ചില സംശയങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര ഡോക്യുമെന്റ് ഇല്ലാത്തത് കൊണ്ടാവാം, അത് പിന്നെ എൻക്ലോഷേഴ്സ് കുറച്ചുകൂടി കാര്യങ്ങൾ വേണ്ടത് കൊണ്ടാവാം. ഇങ്ങനെ പല സാഹചര്യത്തിൽ നമ്മുടെ ഇടക്കാലത്ത് ചില കത്തുകൾ, ചില ലെറ്ററുകൾ നമ്മൾ അയക്കാറുണ്ട്. അത് ഷോർട്ട് ഫോമിൽ എഴുതണമെന്നാണ് ഈ 7ാമത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഇപ്പം നമ്മൾ ഒരു ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് നടത്തിയെന്ന് വെച്ചോ, ഒരു ലെറ്റർ അയച്ചു. അപ്പം നമ്മൾ 7ാമത്തെ കോളത്തിൽ DO എന്ന് എഴുതിയാൽ മതി. DO എന്ന് പറഞ്ഞാൽ ഡെമി ഒഫീഷ്യൽ. ഇനി നമ്മളൊരു കാര്യങ്ങളെല്ലാം ഒരു ടെലിഫോൺ വിളിച്ചാണ് പറഞ്ഞത് എങ്കിൽ നമ്മൾ TM എന്ന് എഴുതിയാൽ മതി. നമ്മൾ ഓഫീസിലുള്ള ഒരാൾക്ക് തന്നെയാണ് ഈ സംഭവം എങ്കിൽ നമ്മൾ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി ലെറ്റർ ആണെങ്കിൽ L, റിമൈൻഡർ ആണെങ്കിൽ, ഓർമ്മപ്പെടുത്തൽ കത്താണെങ്കിൽ R. അതാണ് പറയാനുള്ള ഒരു കാര്യം. അതിന് ഒരിക്കൽ കൂടി ഞാൻ 4ാമത്തെ കോളത്തിൽ വിട്ടുപോയ ഒരു കാര്യം, 4ാമത്തെ കോളത്തിൽ 2 കാര്യങ്ങളാണ്. ടൈറ്റില്, ഫ്രം ഹും എന്ന്. ടൈറ്റില് അതായത് ആ കേസ്, ബന്ധപ്പെട്ട കേസ്, ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കേസ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ശീർഷകമാണ്. ഫ്രം ഹും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓഫീസിൽ നിന്നാണ്, ആരാണ് നമുക്ക് ഈ അപേക്ഷ അയച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ആ ബന്ധപ്പെട്ട നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഫയൽ റൈസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. അവിടെ നമ്മളുടെ ഓഫീസിലുള്ള ഒരു ക്ലർക്ക് തന്നെ ഒരു അപേക്ഷ സമർപ്പിച്ചതായിരിക്കാം. അപ്പൊ നമ്മൾ ആ ഫ്രം ഹും എന്നുള്ളിടത്ത് നമ്മൾ റൈസിങ് എന്ന് രേഖപ്പെടുത്തണം. ഉത്ഭവിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇവിടെ തന്നെയാണ് ഈ ഫയൽ ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള റഫറൻസിന് റൈസിങ് റഫറൻസ് എന്ന് പറയുന്നു. നമ്മളുടെ സെക്ഷനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള, അതായത് നമ്മളുടെ സെക്ഷനിൽ, നമ്മളുടെ ഓഫീസിൽ തന്നെയുള്ള ഒരു ക്ലർക്ക് ഒരു അപേക്ഷ നൽകി.
അങ്ങനെയെങ്കിൽ ആ ഫയൽ ഉത്ഭവിച്ചത് എവിടെ നിന്നാ? നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. അത്തരം ഫയലുകൾക്ക് നമുക്ക് എറൈസിങ് റഫറൻസ് എന്ന് പറയാം. ഇനി 8ാമത്തെ കോളം, റിപ്ലൈ ഓർ ഫ്രഷ് കറണ്ട് റിസീവ്ഡ്. നമ്മൾ 7ാമത്തെ കോളത്തിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചതാണ്, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു, റിമൈൻഡർ അങ്ങോട്ട് അയച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ അയച്ചു, ഓഫീസർമാരോട് അയച്ചു, എന്തെങ്കിലും നമ്മൾ അയച്ച അതിൻ്റെ മറുപടി, നമ്മൾ അയച്ച കാര്യത്തിലുള്ള മറുപടിയാണ് 8ാം കോളത്തിൽ വരുന്നത്. ആ മറുപടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചുരുക്കി രേഖപ്പെടുത്തണം. 7ാമത്തെ കോളത്തിൽ നമ്മൾ ചുരുക്കി എന്താണ് നമ്മൾ അയച്ചതെന്ന് എഴുതുന്നു. 8ാമത്തെ കോളത്തിൽ വന്ന ആ മറുപടിയുടെ ഡേറ്റും വളരെ ചുരുക്കി അക്കാര്യവും എഴുതുന്നു. ഇനി 9ാമത്തെ കോളത്തിൽ ഈ ലഭിച്ച മറുപടിയുടെ തീയതിയാണ് പ്രധാനമായിട്ടും. ആ പഴയ നമ്മൾ അങ്ങോട്ട് അയച്ച ഫയലിന്റെ നമ്പറും ഇവിടെ നമ്മൾ മറുപടി കിട്ടിയ ഡേറ്റുമാണ് നമ്മൾ 9ൽ രേഖപ്പെടുന്നത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കറണ്ടിനെ സംബന്ധിക്കുന്നതാണ്, ഒരു തീരുമാനത്തിൽ എത്താത്ത കറണ്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നമ്മൾ ഒരു ഫയല് തീരുമാനം എടുക്കാനുള്ള ആവശ്യമായ കുറച്ചുകൂടി കാര്യങ്ങൾ വേണം. അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഇടക്കാലത്ത് ചില പരാമർശങ്ങൾ നടത്തുന്നത്. അത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഫയലിൽ നമുക്കൊരു അന്തിമ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ പഴയ കറണ്ടുമായി ബന്ധപ്പെട്ട മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ അയക്കുന്ന റിമൈൻഡർ നമ്മൾ 7ാമത്തെ കോളത്തിൽ ചേർക്കും. ലഭിക്കുന്ന റിമൈൻഡർ അല്ലെങ്കിൽ നമ്മൾ അയച്ച കാര്യങ്ങളുടെ മറുപടി ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മൾ 8ാമത്തെ കോളത്തിൽ ചേർക്കും. ആ പഴയ കറണ്ട് നമ്പറും ലഭിച്ച ഡേറ്റും ഈ മറുപടി കിട്ടിയ ഡേറ്റും നമ്മൾ 9ാമത്തെ കോളത്തിലും ചേർക്കും. 10ാമത്തെ കോളം റെഡിങ്ങിലാണ് ചെയ്യേണ്ടത്. ഈ ഫൈനൽ ഡിസ്പോസലിന്റെ നാച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ. അപ്പൊ നമ്മൾ 10ാമത്തെ കോളത്തിൽ ചുവന്ന മഷിയിൽ നാച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ എഴുതണം. അപ്പോൾ ഒരു ഫയല് അന്തിമ തീരുമാനം എടുത്തു കഴിയുമ്പോൾ അതിൽ ചില അക്ഷരങ്ങൾ സൂചിപ്പിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ആർ ഡി കെ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളാണ്, അത് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇപ്പൊ നമ്മൾ ആർ ഡിസ്പോസൽ എന്നാണ് ഈ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആർ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അത് 20 വർഷം സൂക്ഷിക്കേണ്ട, റീറ്റെയിൻ എന്നാണ് ആറിന്റെ പൂർണ്ണരൂപം, 20 വർഷക്കാലത്തോളം സൂക്ഷിക്കേണ്ട ഒരു ഫയലാണ് ആർ. അതാണ് അതിന്റെ തരംതിരിവ്. എന്നാൽ വേറെ ചില ഫയലില് നമ്മൾ ഒരക്ഷരം കണ്ടു ഡി ഡിസ്പോസൽ എന്ന്. ആ ഡി ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ നമ്മൾ ഇവിടെ സൂക്ഷിക്കണം, 10 വർഷം കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കാം, അതിൻ്റെ തീയതിയും ഉണ്ടാവും. അപ്പൊ നാച്ചുർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ, അപ്പോൾ ഫയലിന്റെ തരംതിരിവും അതിൻ്റെ ഡേറ്റും, ഡിസ്പോസൽ നടത്തിയതിന്റെ തരംതിരിവും ഡേറ്റും എഴുതേണ്ട കോളമാണ് 10ാമത്തെ കോളം. അത് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മൾ പേഴ്സണൽ രജിസ്റ്റർ അഥവാ PR-ൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പറയാൻ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ ഫൈനൽ ഡിസ്പോസൽ ആയാൽ, അതായത് അന്തിമ തീരുമാനം എടുത്താൽ നമ്മൾ ആ 1ാമത്തെ സീരിയൽ നമ്പർ ആയ 1ന്റെ, നമ്മളിപ്പോൾ നമ്മുടെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് 10 ആണെന്ന് വെച്ചോ, അതിന് ആ 10 ഒരു ചുറ്റുവളയം ഇടണം. അതിൽ ചുറ്റുവളയം ഇടണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചുവന്ന മഷിയിലെ ചുറ്റുവളയം ഇടും, അതായത് ഒരു വട്ടം വരയ്ക്കാൻ. അപ്പൊ അങ്ങനെ വട്ടം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫയല് ഡിസ്പോസ് ആയ ഫയലുകളാണ് എന്നതാണ് അതിന്റെ ഒരർത്ഥം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് പറയാം. 1ാമത്തെ ചോദ്യം, കറണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ബുക്കിന്റെ പേര് എന്താ? കറണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ബുക്കിന്റെ പേര് പേഴ്സണൽ രജിസ്റ്റർ എന്നാണ്. അപ്പൊ ഈ പേഴ്സണൽ രജിസ്റ്ററിൽ 2-3 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്ലർക്കിന് ഫയൽ കിട്ടിയ തീയതിയുണ്ട്, ക്ലർക്ക് പിന്നെ ഓഫീസ് മേധാവിക്ക് സമർപ്പിച്ച തീയതിയൊക്കെ വളരെ വ്യക്തമായിട്ട് അതിലുണ്ട്. അപ്പൊ ഒരു ക്ലർക്ക് എത്രത്തോളം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ക്ലർക്കാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ PR പരിശോധിച്ചാൽ മതി.
അല്ലെങ്കിൽ ഒരു അപേക്ഷയിൽ കാലതാമസം വന്നു എങ്കിൽ എന്തുകൊണ്ടാണ് കാലതാമസം വന്നത് എന്ന് അറിയാൻ ഈ സെക്ഷൻ ക്ലർക്കിന്റെ PR പരിശോധിച്ചാൽ മതി. എവിടെയാണ് ഇതിന് താമസം വന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാക്കാൻ നമുക്ക്. അപ്പൊ PR ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രജിസ്റ്റർ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പേഴ്സണൽ രജിസ്റ്റർ സൂക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? രണ്ടാമത്തെ ചോദ്യമാണ്. ഇപ്പൊ പേഴ്സണൽ രജിസ്റ്റർ ആരുടെയാ? സെക്ഷൻ ക്ലർക്കിന്റെയാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട ചുമതലയും സെക്ഷൻ ക്ലർക്കിനാണ്, അഥവാ സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് നമുക്ക് പറയാം. സെക്ഷൻ ക്ലർക്ക് അഥവാ സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയാം. ഓരോ PR-ഉം, അടുത്ത ചോദ്യം, ഓരോ PR-ഉം എത്ര കാലത്തേക്കാണ്? ഒരു കലണ്ടർ വർഷത്തേക്കാണ് ഒരു PR നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. PR-ന്റെ ആദ്യത്തെ പേജിൽ, ഇത് ഫ്ലൈ ലീഫ് എന്ന് പറയും, PR-ന്റെ ആദ്യത്തെ പേജായ ഫ്ലൈ ലീഫിൽ ആരുടെയൊക്കെ പേരുകളാണ് എഴുതി ചേർക്കേണ്ടത്? അത് സബ്ജക്റ്റ് ക്ലർക്കിന്റെയും സെക്ഷൻ സൂപ്പറിന്റെയും പേരുകളാണ്. അതായത് ഈ പേഴ്സണൽ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിന്റെയും സെക്ഷൻ സൂപ്രണ്ടിന്റെയും പേരുകളാണ് എഴുതി ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റം വരുന്ന ഡേറ്റ് വെച്ച് ഡേറ്റ് ഓഫ് എഫക്റ്റ് കൂടി കാണിച്ചിട്ട് അവിടെ പുതിയ പേര് എഴുതി ചേർക്കാവുന്നതാണ്. PR-ന് എത്ര കോളം ഉണ്ട്? അടുത്ത ചോദ്യം. പേഴ്സണൽ രജിസ്റ്ററിന് എത്ര കോളം ഉണ്ട്? 10 കോളമാണ് ഉള്ളത്. ഇനി ഈ പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുന്ന 10 കോളവും നിങ്ങൾ ഏകദേശം വളരെ ബൈഹാർട്ട് പോലെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കോളത്തിൽ നിന്ന് ഒരു 2 ചോദ്യങ്ങൾ തന്നെ വരുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് സാധാരണഗതിയിൽ. ഓരോ കോളവും എന്തിന്? കറണ്ട് നമ്പർ സൂചിപ്പിക്കുന്ന കോളം ഏതാണ്? രണ്ടാമത്തെ കോളമാണ് കറണ്ട് നമ്പർ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 10 കോളവും ഒന്ന് ബൈഹാർട്ടായി പഠിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കറണ്ട് ഫയൽ, ഇത് ഒരു ഫയൽ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യമാണ് പറയുന്നത്, ഒരു ഫയൽ തീർപ്പായാൽ അതിൻ്റെ തരംതിരിവും ഡേറ്റും, അതായത് ഫയല് ഡിസ്പോസൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ തരംതിരിവും ഡേറ്റും രേഖപ്പെടുത്തുന്ന കോളം ഏതാണ്? ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന അതാ കാണുന്നത്. അത് ലാസ്റ്റ് കോളമാണ്, 10ാമത്തെ കോളമാണ്. ചുവന്ന മഷിയിലാണ് അത് രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്ത ചോദ്യം, PR-ൽ എൻട്രി നടത്തേണ്ടത് ആരാണ്? PR-ൽ എൻട്രി നടത്തേണ്ടത് സബ്ജക്റ്റ് ക്ലർക്കാണ്. ആ ബന്ധപ്പെട്ട ക്ലർക്കാണ് എൻട്രി നടത്തേണ്ടത്. ഒരു ഓഫീസിൽ ഒരു വർഷം ഒരു ഓഫീസിൽ മൊത്തത്തിൽ എത്ര PR ഉണ്ടാവുന്ന ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്താ? ഓരോ ക്ലർക്കിനും ഓരോ PR ആണ് ഉള്ളത്. അത് തീർന്നാൽ മാത്രമേ അടുത്ത PR-ലേക്ക് പോകുന്നുള്ളൂ. ഓരോ സെക്ഷൻ മൊത്തം അല്ല എന്നർത്ഥം. ഒരു സെക്ഷനിൽ ഒരു PR വെച്ച് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഈ നമുക്കിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ക്ലർക്ക്, അതായത് തപാൽ ക്ലർക്ക്, ആ തപാൽ ക്ലർക്കിൽ നിന്ന് വന്ന ഫയലുകളാണ് സെക്ഷൻ ക്ലർക്ക്, അതായത് സബ്ജക്റ്റ് ക്ലർക്ക് PR-ൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ PR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള, അതായത് സബ്ജക്റ്റ് ക്ലർക്ക് ഈ കറണ്ട് ഫയലുകൾ അദ്ദേഹത്തിന്റെ PR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് വെച്ചാൽ ആ സെക്ഷൻ സൂപ്രണ്ടിനാണ്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എഴുതിയാൽ മാത്രമേ സബ്ജക്റ്റ് ക്ലർക്ക് ഇത് സ്വീകരിക്കുള്ളൂ എന്ന് പറയാം. സോറി, സബ്ജക്റ്റ് ക്ലർക്ക് അല്ല, തപാൽ ക്ലർക്ക്. അതായത് തപാൽ ക്ലർക്ക് സൂപ്രണ്ടിന് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും ഫയലുകളും കൊടുത്തു കഴിഞ്ഞ് അത് ഈ സൂപ്രണ്ട് സെക്ഷനിലെ ക്ലർക്കുമാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ അടിയിൽ ആ ദിവസം വൈകുന്നേരം അടിയിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതും. അതായത് സർട്ടിഫിക്കറ്റ് പറയുന്നത് ഇതാണ്: ഇന്നലെ ലഭിച്ച എല്ലാ കറണ്ടുകളും എല്ലാ ഫയലുകളും എല്ലാ ബന്ധപ്പെട്ട സെക്ഷനിലെ ക്ലർക്കിന്റെ PR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇത് ഫയൽ മുമ്പോട്ട് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നമ്മളുടെ ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ട് നടത്തേണ്ടതാണ്. ഇനി നമ്മൾ കറണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ സെക്ഷൻ ക്ലർക്ക് അദ്ദേഹത്തിന്റെ PR-ൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? അത് നമുക്ക് രജിസ്റ്ററിങ് എന്നാ പറയാ. പതിക്കൽ, രജിസ്റ്ററിങ് എന്നാണ് അതിൻ്റെ ആ പ്രക്രിയയുടെ പേര്.
അപ്പോൾ അടുത്ത ചോദ്യം, പി ആറിന്റെ ഒരു പേജിൽ എഴുതി ചേർക്കലുകളുടെ എണ്ണം എത്രയാണ്? എത്ര എണ്ണമാണ്? സാധാരണഗതിയിൽ 3ആണ്. 3 എഴുതി ചേർക്കലുകളാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, പി ആറിലെ ഓരോ എഴുതി ചേർക്കലിന് ശേഷവും കുറുകെ ഏതു മഷി ഉപയോഗിച്ചാണ് വരയിടേണ്ടത്? ഉത്തരം ഏത് മഷിയാ? ചുവന്ന മഷി ഉപയോഗിച്ചിട്ടാണ് കുറുകെ വരയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, പി ആറിലെ 2 എഴുതി ചേർക്കലുകൾക്കിടയിൽ പുതുതായി 1 എഴുതി ചേർക്കണമെങ്കിൽ ആരുടെ ചുരുക്കൊപ്പ് വേണം? സെക്ഷൻ സൂപ്രണ്ടിന്റെ. അതായത് ഞാനത് പറഞ്ഞു നേരത്തെ, നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഇടയിൽ എഴുതേണ്ട ഒരെണ്ണം വിട്ടുപോയിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യം വന്നാൽ ആ 2 എണ്ണത്തിന്റെ ഇടയിൽ ഒന്നുകൂടി എഴുതി ചേർക്കാം. അതിന് സെക്ഷൻ സൂപ്രണ്ടിന്റെ ചുരുക്കൊപ്പ് വേണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. പേഴ്സണൽ രജിസ്റ്ററിൽ നമ്മൾ ഒരു വർഷം തുടങ്ങുന്നത് ജനുവരി 1-നാണ്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഡിസംബർ 31 വരെയുള്ള എല്ലാ ഫയലുകളും ഡിസ്പോസൽ ആയിട്ടുണ്ടാവില്ല, തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ നമ്മുടെ സെക്ഷനുകൾക്ക് ഏപ്രിൽ 1 വരെ സമയം അനുവദിക്കാറുണ്ട്. ഏപ്രിൽ 1-ന് മുമ്പ് അത് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതോ വേറെ ഡീറ്റെയിൽസ് കിട്ടേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഫയലുകൾ ഉണ്ടാവും. അത്തരം ഫയലുകൾ തീരുമാനം എടുക്കാൻ കാലതാമസം വരും. സ്വാഭാവികമായിട്ടും ഡിസംബർ 31-ന് മുമ്പുള്ള ഫയലുകളിൽ ഏതെങ്കിലും തീരുമാനം എടുക്കാൻ താമസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാർച്ച് 31 വരെ സമയം അനുവദിക്കും. ഇനി മാർച്ച് 31-നും തീരാത്ത ഫയലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടണം. നമ്മൾ ആ വർഷത്തെ പുതിയ പി ആറിൽ അത് ചേർത്തിരിക്കണം. ഇപ്പൊ തീരാത്ത മുഴുവനും എടുത്ത് പുതിയ പി ആറിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഏപ്രിൽ 1-ന് മുമ്പ് തീരാൻ സാധ്യതയില്ലാത്ത ഫയലുകൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന പി ആറിൽ ആദ്യ ഭാഗത്ത് എഴുതി ചേർത്തതിന് ശേഷം വേണം വർഷത്തെ ഫയലുകളുടെ വിവരങ്ങൾ പി ആറിൽ ചേർക്കാൻ വേണ്ടി. അതും നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അപ്പൊ അതും ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ പഴയ ഫയലുകൾ തീർക്കാൻ ഏതുവരെ സമയം അനുവദിക്കാറുണ്ട്? സമയം സാധാരണഗതിയിൽ ഏപ്രിൽ 1 വരെ അനുവദിക്കാറുണ്ട്. ഇനി ഒരു ഓഫീസിൽ നിന്നാണ് ഒരു ഫയൽ ഉത്ഭവിച്ചത് എങ്കിൽ ഈ പി ആറിന്റെ 4-ാം കോളത്തിൽ എന്ത് ചേർക്കണമെന്ന്. ഓഫീസിൽ നിന്ന് ഫയൽ ഉത്ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതേ ഓഫീസിലുള്ള ഒരു ക്ലർക്ക് ഒരു അപേക്ഷ കൊടുത്തു എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ആ 4-ാമത്തെ കോളത്തിൽ ഫ്രം ഹും എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എറൈസിങ് എന്ന് എഴുതിയാൽ മതി. എറൈസിങ്, ഉത്ഭവിച്ചതാണ്, ആ ഓഫീസിൽ തന്നെ ഉത്ഭവിച്ചത് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, പി ആറിലെ ടൈറ്റിലിന്റെ അതായത് ശീർഷകത്തിന്റെ സൂക്ഷ്മത പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ക്ലർക്ക് എഴുതിയ ടൈറ്റിൽ ഉണ്ടാവും. ആ വിഷയവുമായി ഫയലുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ്, അതായത് ശീർഷകം, അതിന്റെ ഉത്തരവാദിത്വം സെക്ഷൻ സൂപ്രണ്ടാണ്. അതിന്റെ ഒരു കറക്റ്റ് ആണോ ആ പേര് എന്നൊക്കെ പരിശോധിക്കേണ്ടത് സെക്ഷൻ സൂപ്രണ്ടാണ്. ഇനി ഒരു കടലാസ് ഒന്നോ അതിൽ കൂടുതലോ സെക്ഷൻ വഴി ഒരു ഉദ്യോഗസ്ഥന് സമർപ്പിക്കുമ്പോൾ ആ വസ്തുത പി ആറിലെ ഏത് കോളത്തിൽ രേഖപ്പെടുത്തണം? 7-ാം കോളത്തിലാണ് അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി അയച്ച പരാമർശങ്ങളുടെ സ്വഭാവം പി ആറിന്റെ ഏത് കോളത്തിൽ കുറിക്കണം? ഇപ്പൊ അത് ചുരുക്കത്തിലായിരിക്കും കുറിക്കേണ്ടത്. 7-ാം കോളത്തിലാണ് കുറിക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് നമ്മൾ അയച്ച ഏതെങ്കിലും ഒരു പരാമർശം, ഇടയ്ക്ക് അയച്ചത് ലെറ്ററാണ് അയച്ചതെങ്കിൽ എല് സൂചിപ്പിക്കണം. ഓഫീസ് മെമ്മോറാണ്ടമായി അയച്ചതെങ്കിൽ OM സൂചിപ്പിക്കണം. ഇനി അത്തരത്തിൽ DO ലെറ്റർ നമ്മൾ അയച്ചതെങ്കിൽ DO എന്ന് കൊടുക്കണം. അല്ല ടെലിഫോൺ മെസ്സേജ് ആണെങ്കിൽ TM എന്ന് എഴുതണം. അപ്പൊ എന്താണ് നമ്മൾ ഈ ഇടക്കാലത്ത് ഈ ഫയലിൻ്റെ നടത്തിയ പരാമർശിച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച ഒരു പരാമർശത്തിന്റെ സ്വഭാവം എഴുതേണ്ട കോളം 7 ആണ്. അല്ലെ നമ്മൾ ഒരു റിമൈൻഡർ അയച്ചു, ബന്ധപ്പെട്ട ഫയലുമായി ബന്ധപ്പെട്ട ഒരു റിമൈൻഡർ നമ്മൾ അയച്ചാൽ അത് 7-ാം കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഇനി അത് ചുവന്ന മഷിയിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. 8-ാം കോളത്തിൽ നമ്മൾ കിട്ടിയ ഇങ്ങോട്ട് അയച്ച ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും അയക്കാലോ.
ഇങ്ങോട്ട് ഒരു ഫയല് നമ്മൾ ഒരു അപേക്ഷ തന്നിട്ട് ഒരുപാട് കാലമായി ഒരു അനക്കവും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓർമ്മക്കുറിപ്പ് അയക്കാം അങ്ങോട്ട്. അപ്പൊ അത് ലഭിച്ച ഓർമ്മക്കുറിപ്പാണ്. ആ സെക്ഷനിൽ ലഭിച്ച ഓർമ്മക്കുറിപ്പ് നമ്മൾ എവിടെ കൊടുക്കാം? 8ാമത്തെ കോളത്തിൽ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു നടപ്പ് ഫയല് തീർപ്പാകുമ്പോൾ തീർപ്പിന്റെ സ്വഭാവവും തീയതിയും ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? PRലാണ് രേഖപ്പെടുത്തേണ്ടത്. എത്രാമത്തെ കോളത്തിലാണ്? ലാസ്റ്റ് കോളത്തിൽ, അതായത് 10ാമത്തെ കോളത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിന്റെ ഏത് ഡിസ്പോസലാണ്, ഏത് തരം ഡിസ്പോസലാണ്? പ്രധാനമായിട്ട് നമ്മൾ 20 വർഷം സൂക്ഷിക്കേണ്ട ഫയലുണ്ട്, 10 വർഷമുണ്ട്, 5 വർഷം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട്, 3 വർഷം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട്, 1 വർഷം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട്, സൂക്ഷിക്കേണ്ടാത്ത ഫയലുകളും ഉണ്ട്. ഈ രീതിയിലാണ് അതിന്റെ ഡിസ്പോസൽ നടക്കുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള ഫയലാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ 10ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി ഒരു കറണ്ട് ഫയല് തീർപ്പാകുമ്പോൾ ഏത് കോളത്തിലെ ക്രമനമ്പറിനാണ് ചുറ്റുവര ഇടേണ്ടത്? ചുറ്റുവര എന്ന് പറഞ്ഞാൽ ആ റെഡിങ്ങിലുള്ള ഒരു റൗണ്ട് ഇടണം. ഏത് നമ്പറിനാണ് ഇടണ്ടേ? 1ാമത്തെ കോളത്തിലുള്ള നമ്പറിനാണ് ആ ചുവന്ന മഷിയിലുള്ള റൗണ്ട് നമ്മൾ ഇടേണ്ടത്. അപ്പൊ പേഴ്സണൽ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളൂ. പേഴ്സണൽ രജിസ്റ്ററിൽ PRൽ ചേർക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്ന്, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് വരും, ബാങ്ക് സ്റ്റേറ്റ്മെന്റും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ PRൽ ചേർക്കേണ്ടതില്ല. ഫയൽഡ് എന്ന് വരുന്ന പേപ്പർ, ഇപ്പൊ അവിടെ പിന്നെ തപാലിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഫയലിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് വരുന്ന പേപ്പറുകൾ PRൽ രേഖപ്പെടുത്തേണ്ടതില്ല. ചില കാര്യങ്ങൾ സ്പെഷ്യൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടാവും. അപ്പൊ സ്പെഷ്യൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ പറഞ്ഞു വരുന്ന ഫയലുകൾ നമ്മൾ PRൽ സൂക്ഷിക്കേണ്ടതില്ല. ഇനി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ തന്നെ നമ്മൾ നമ്പർ ഇടാതെ വന്ന ക്ഷണിക സ്വഭാവമുള്ള, ഞാൻ പറഞ്ഞല്ലോ, അല്പായുസുള്ള പേപ്പറുകൾ, അത് XL XN എന്നൊക്കെയുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അത്തരം പേപ്പറുകളും നമ്മൾ PRൽ രേഖപ്പെടുത്തേണ്ടതില്ല. ഇനി ഒരു കാഷ്വൽ ലീവ് ആപ്ലിക്കേഷൻ കിട്ടി, CL ആപ്ലിക്കേഷൻ, കാഷ്വൽ ലീവ് ആപ്ലിക്കേഷൻ കിട്ടിയാൽ അതും നമ്മൾ PRൽ രേഖപ്പെടുത്തേണ്ടത് ഇല്ല. അപ്പൊ ഞാൻ പേഴ്സണൽ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. നമ്മളിത് മനസ്സിരുത്തി ക്ലാസ് കേൾക്കുക. നിങ്ങൾക്കിതിൽ സംശയത്തിനൊന്നും ഒരു സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദിക്കാവുന്ന ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.